നമസ്കാരം. രാജ്യത്ത് ഉടനീളമുള്ള വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റും നിയന്ത്രണവും പരിശീലിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവാദ വഖഫ് ഭേദഗതി ബിൽ 2025 ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വാർത്തയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും വന്നിരിക്കുന്നത്. ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതോടെ വഖഫ് ബില്ലിൽ കൂടുതൽ സാമ്പത്തിക സഹായവും പ്രതീക്ഷിക്കാം. മുനമ്പം ബിൽ അവലോകനം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്കുള്ളിലെ ചർച്ചകളും തടസ്സങ്ങളും കാരണമാണ് ബിൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിലേക്ക് മാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നേതാക്കൾ വഖഫിന് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ. കോൺഗ്രസ് പറയുന്നത് വഖഫ് ബിൽ എന്ത് പറയുന്നു, അതായത് വഖഫ് ബോർഡ് എന്ത് പറയുന്നു അതുപോലെ കോൺഗ്രസ് ചെയ്യത്തുള്ളൂ. കോൺഗ്രസ് മത തീവ്രവാദികളുമായി കൂട്ടുകൂടുന്നതിന്റെയും പല തെളിവുകൾ നമ്മൾ കണ്ടതാണ് പല തെരഞ്ഞെടുപ്പുകളിലും. അതുകൊണ്ട് വഖഫ് ബില്ലിനെ കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും ചെയ്തു തരുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നടക്കില്ല. തുടക്കം മുതലേ JPC-യിൽ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. ഭരണകക്ഷിയായ BJP അംഗങ്ങളും പ്രതിപക്ഷ നേതാക്കളും തമ്മിലുള്ള വാക്പോരിലേക്ക് യോഗങ്ങൾ പലപ്പോഴും വഴിമാറി. വാക്കുതർക്കം മുതൽ യോഗത്തിനിടയിൽ കുപ്പി പൊട്ടിച്ച സംഭവങ്ങൾ വരെ അരങ്ങേറിയിട്ടുണ്ട്. JPCC-യുടെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട BJP MP നിഷ്കാന്ത് ദുബ്രെ പ്രമേയം അവതരിപ്പിച്ചു. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ സമിതി പാർലമെന്റിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഇപ്പോൾ JPC ചെയർമാൻ ജഗദാംബിക പാലിന്റെ കീഴിലുള്ള പ്രമേയം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ പരിഗണനയ്ക്കായി കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചകളുടെ ഗുണനിലവാരത്തെ വിമർശിക്കുകയും ബില്ലിന്റെ ആവശ്യകതയെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്ത AIMAI അധ്യക്ഷൻ അസറുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ആവശ്യങ്ങളുമായി യോജിച്ച് വിപുലീകരിക്കുന്നതിന് അംഗീകാരം ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. വഖഫ് ബിൽ എന്തായാലും 1995-ന്റെ വഖഫ് ബിൽ അല്ല 2024-ൽ വരുമ്പോൾ ആ നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു വഖഫ് ബില്ലാണ് വരാൻ പോകുന്നത്. കൂടാതെ വെല്ലുവിളിക്കിടയിലും ചെയർമാൻ ജഗദാംബിക പാൽ 500 പേജുള്ള കരട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും വഖഫ് ബില്ലിന്റെ സെൻസിറ്റീവ് വിവാദപരമായ സ്വഭാവം കണക്കിലെടുത്ത് കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണെന്ന് JPC പറഞ്ഞതോടുകൂടി സമ്മതിക്കുകയായിരുന്നു. മഹാരാഷ്ട്രയെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഖഫ് നിയമത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ വിഭാവനം ചെയ്തതല്ല എന്ന് അവകാശപ്പെട്ട മോദി കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നിയമം നടപ്പിലാക്കിയാണെന്നും നരേന്ദ്രമോദി ആരോപിച്ചു. പ്രീണന രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കാനാണ് കോൺഗ്രസ് നിയമങ്ങൾ ഉണ്ടാക്കിയതെന്നും വഖഫ് ബോർഡ് അതിനൊരു ഉത്തമ ഉദാഹരണമെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചു. ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനമാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന വാദമാണ് ഇന്നലെ പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിയത്. എന്നാൽ ഭരണഘടനയിൽ വഖഫിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് മോദി വ്യക്തമാക്കി. എന്നാൽ UPA സർക്കാരിന്റെ കാലത്തടക്കം രൂപീകരിച്ച വിവിധ സമിതികൾ വഖഫ് നവീകരണത്തിനായി നൽകിയ ശുപാർശകൾ നടപ്പാക്കുക എന്നതും കൂടാതെ കിരാത നിയമങ്ങൾ മാറ്റി പുതിയ നിയമം കൊണ്ടുവരിക, അതാണ് നരേന്ദ്രമോദി വഖഫ് ബില്ല് 2024 പുതിയ ജീവൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കഴിയാതിരുന്നത് ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മറുപടി. പ്രതിപക്ഷത്തിന് ബില്ലിലെ വ്യവസ്ഥകളെല്ലാം ബോധ്യപ്പെട്ടതാണ്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണ് എതിർക്കുന്നത്. സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശയടക്കം ബില്ലിൽ എല്ലാം പരിഗണിച്ചിട്ടുണ്ട്. വഖഫ് ബോർഡുകളെ മാഫിയകൾ കൈയടക്കിയതായി പല മുസ്ലിമുകളും സ്വകാര്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് സ്ഥലവും ഏതെങ്കിലും കാരണം പറഞ്ഞ് വഖഫ് ഭൂമിയായി വിജ്ഞാപനം ചെയ്യുന്നത് ഇത് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് സാധ്യമാണോ എന്ന് മന്ത്രി കോൺഗ്രസുകാരോട് ചെന്ന് ചോദിക്കുന്നുണ്ട്. വഖഫ് ട്രിബ്യൂണലിൽ വരുത്തുന്ന മാറ്റങ്ങൾ വഴി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ആയിരക്കണക്കിന് പരാതികൾക്ക് ഒരു പരിഹാരവും ഒരു തീർപ്പ് വരുത്താനാകുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞു. 10 വർഷത്തോളം നീണ്ട കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിക്കുന്നത്. ഒരു മതസ്ഥാപനത്തിന്റെയും പ്രവർത്തനത്തെ ബില്ല് ബാധിക്കുന്നില്ല എന്ന് മുസ്ലിം ക്ഷേമത്തിനായി ഇത്തരമൊരു ബിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും കിരൺ റിജിജു പറഞ്ഞു. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് വഖഫ് ബില്ല് 1995-ൽ അവർ രൂപീകരിച്ച ഒരു വഖഫ് ബില്ല് ഉണ്ടായിരുന്നു. ആ വഖഫ് ബില്ലിൽ മുസ്ലിമുകൾക്കും വഖഫ് സംഘടനകൾക്കൊക്കെ അനുകൂലമായ രീതിയിൽ കോൺഗ്രസ് ബില്ല് തയ്യാറാക്കിയത് കൊണ്ടാണ് ഇപ്രാവശ്യം, അതായത് നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് 2024-ൽ വഖഫ് ബില്ലെല്ലാം ഒന്നുകൂടെ പുനർനാമകരണം ചെയ്യേണ്ടി വരുന്നത്, അതായത് എല്ലാ നിയമങ്ങളും ഒന്നുകൂടെ മാറ്റി പുതിയൊരു വഖഫ് ബില്ലാക്കി മാറ്റേണ്ടി വരുന്നത്. അന്ന് ഈ വഖഫിന്റെ അധീനതയിൽ, അത് വഖഫ് പറയുന്നത് കേട്ട താളത്തിനൊത്ത് കോൺഗ്രസ് തുല്ലിയിരുന്നില്ലെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു മാറ്റം വേണ്ടി വരില്ലായിരുന്നു എന്നത് ഉറപ്പാണ്.